പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് 19 ഫെബ്രുവരി ബുധനാഴ്ച. എല്ലാവർക്കും സ്നേഹവന്ദനം. അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കുന്നു. അമ്മ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അനുദിന അനുഗ്രഹ പ്രാർത്ഥന. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ പിള്ളേരെല്ലാം വിളിച്ചു വരുത്തി എന്ന് ഓർക്കുന്നു. അപ്പനാണോ അമ്മയാണോ ആരാണ് എല്ലാവരും കൂടിയാണോ പ്രാർത്ഥന കൂടുന്നതെങ്കിൽ അത്രയും നല്ലത്. പിള്ളേർ അനുവദിക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ, അതായത് ചില കുഞ്ഞുങ്ങൾ ഡിസ്റ്റർബായിട്ട് തോന്നുന്നില്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ കൈ അവരുടെ തലയിൽ വെക്കണം, അല്ലെങ്കിൽ അപ്പൻ്റെ കൈ അവരുടെ തലയിൽ വെക്കണം. കാര്യം നിങ്ങളെ ദൈവം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെയല്ലേ കുഞ്ഞിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു ആധ്യാത്മിക അധികാരമുണ്ട്. ഇപ്പം സഭയിൽ ഞങ്ങളെ ആശീർവദിക്കുമ്പോൾ നിങ്ങളുടെ കൈ കുഞ്ഞിൻ്റെ തലയിലുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത് വലിയൊരു അനുഭവമായിരിക്കും. അപ്പം നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യണം. ഞാൻ ആശീർവദിക്കുമ്പോൾ ഈശോ തന്നെയാണ് കുഞ്ഞിനെ ഈശോ തന്നെയാണ് ഇപ്പം ആശീർവദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ ഈശോ ഒരു ഉപകരണം, ആശീർവാദത്തിൻ്റെ ഉപകരണമാക്കുകയാണ്. കർത്താവ്, ഞാൻ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന മക്കളെ ഇപ്പോൾ ഒരാൾ പരീക്ഷ എഴുതി കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവും. ഒരു കുഴപ്പമില്ല, എഴുതിപ്പോയത് എഴുതി. പീരാത്തസ് പറഞ്ഞ പോലെ വാട്ട് ഐ ഹാവ് റിട്ടൺ ഈസ് റിട്ടൺ ഫോർ എവർ. അത് എഴുതിയിട്ടുണ്ട്. ബാക്കി നമ്മുടെ കയ്യിൽ നിന്ന് അത് കർത്താവാണ് നോക്കേണ്ടതിന്. ഇനി നമ്മളുടെ കഴിഞ്ഞു പോയ ഈ തൂയിപ്പോയ പാലിനെ കുറിച്ച് പദം പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞത്, അതുപോലെ അതൊന്നും ഓർക്കേണ്ടതിന്. ഇനി പുതിയ കാര്യങ്ങൾ ബാക്കി അത് ദൈവത്തിൻ്റെ ടേബിളിലേക്ക് നമ്മൾ മാറ്റുകയാണ്. ഞാൻ ഇങ്ങനെ തട്ടി മുട്ടിയൊക്കെ നിൽക്കേണ്ട കാര്യം കുഞ്ഞുങ്ങൾ ആരെങ്കിലും എഴുന്നേറ്റ് വരണമെന്നുണ്ടെങ്കിൽ വന്നോട്ടെ എന്നുള്ളവർക്ക് സമയം കൊടുക്കുകയാണ്.
ഓക്കെ, അപ്പോൾ ഹാപ്പി ആയിരിക്കുക. എല്ലാ കുഞ്ഞുങ്ങളെയും വിളിച്ച് വരുത്തുക. അവിടെ ശിരസിലൊക്കെ അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ രണ്ടുപേരും തന്നെ ഒരു 2 കൈയില്ലേ, 4 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന 4 കൈ നിങ്ങൾക്ക് ഉണ്ടല്ലോ, 2 പേർക്കും അപ്പനും അമ്മയ്ക്കും കൊണ്ട്. അപ്പം അത് ആരാണുള്ളത്, പ്രാർത്ഥനയ്ക്ക് ചെയ്തതിനെ ഉള്ളവർ ആരാണ്, അവർ ആ സമയത്ത് പങ്കെടുത്താൽ മതി. കർത്താവ് ഈ നിമിഷം അനുഗ്രഹിക്കുന്ന സമയമാണ്. അടിപ്പണ പോലെ കർത്താവെ വൈദാഘാതം പോലെ ദൈവമേ, നിൻ്റെ ദൈവികമായ ശക്തി അങ്ങയുടെ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. ഈശോ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടും. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാന ലോകത്തെല്ലായിടത്തും നടത്തിയിട്ടുള്ള വലിയ ധ്യാനങ്ങളിലൂടെ പ്രാർത്ഥിച്ച 10,000 ലക്ഷങ്ങളായിട്ട് മനുഷ്യർ അവരുടെ പ്രാർത്ഥനകളോട് ചേർത്തുകൊണ്ടാണ് ഈശോയെ ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, പരീക്ഷക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്, വരാൻ പോകുന്ന പരീക്ഷയിലിരിക്കുന്ന ഇനിയും വരാൻ പോകുന്ന വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ കൂടുതൽ പ്രയാസമുള്ള സബ്ജക്റ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇടയ്ക്ക് വിട്ടുപോയ സബ്ജക്റ്റ്, മനസ്സിലാകാത്ത സബ്ജക്റ്റുകൾ, പഠിച്ചിട്ട് തീരാത്ത, പക്ഷേ അയ്യോ അത് പഠിച്ചില്ലാതെ കൈയൊക്കെ കുടയുന്നില്ലേ, അങ്ങനെ വിട്ടുപോയ സബ്ജക്റ്റുകൾ പഠിച്ചത് തീരുമെന്നുള്ള പേടിയുള്ളവർ അവരെല്ലാവരും ഇപ്പോൾ ആശ്രയിച്ച് അടിപ്പെടുന്ന പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി എൻ്റെ മക്കളുടെ മേൽ കർത്താവ് പതിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടും. കുഞ്ഞുങ്ങൾക്ക് ആത്മശക്തി പരിശുദ്ധാത്മാവിൻ്റെ ആത്മശക്തിയാൽ കുഞ്ഞുങ്ങളുടെ ഹൃദയം നിറയട്ടെ. ധൈര്യമായിട്ട് യുദ്ധം കഴിഞ്ഞ് ജയിച്ചു വന്നവൻ്റെ ആ ചങ്കൂറ്റം പോലെ പരീക്ഷയെ തോൽപ്പിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. കാര്യം അതിനെ തോൽപ്പിച്ച് നിങ്ങൾ വിജയം വരിക്കും. കാരണം നിങ്ങളുടെ വിജയം വരിക്കുന്ന കർത്താവ് നിങ്ങളുടെ കൂടെയാണ്. കാര്യം ഞങ്ങൾ ആയിരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എഴുതി വിട്ടാൽ മാത്രം മതി, ബാക്കി ദൈവം നോക്കിക്കൊള്ളും. കർത്താവിൻ്റെ കരുണ നിനക്ക് ആവശ്യിക്കട്ടെ. അമ്മയെ, പരിശുദ്ധമ്മേ, പ്രലോഭനങ്ങളെല്ലാം അതിജീവിച്ച കർത്താവിൻ്റെ ചൈതന്യം മക്കളിലേക്ക് കൊണ്ട് അതിജീവനത്തിൻ്റെ ചൈതന്യം, വിജയത്തിൻ്റെ ചൈതന്യം ഈ മക്കളിലേക്ക് ആവശ്യിക്കുന്നതിന് വേണ്ടി അമ്മ ഈ നിമിഷം, പരിശുദ്ധമായ നിമിഷം മധ്യസ്ഥം വഹിക്കട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകൾ, പഠനോപകരണങ്ങൾ, നിങ്ങളുടെ ആൻസർ ബുക്കുകൾ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ഞാൻ ആസ്വദിക്കുന്നു. നിങ്ങളുടെ യാത്രകൾ, ആരെങ്കിലും എന്തെങ്കിലും ക്ഷീണങ്ങളോ രോഗങ്ങളോ പരീക്ഷ എഴുതാൻ പറ്റാത്ത വിധത്തിലുള്ള സങ്കടങ്ങളോ അതുകൊണ്ട് മമ്മിയോട് നിലവിളിച്ച് കണ്ണീരോടെ മമ്മി ഞാൻ പോണില്ലെന്നൊക്കെ പറയുന്നവരുണ്ടെങ്കിൽ അച്ഛൻ പറയും, പോകാൻ പറ്റും, എൻ്റെ മക്കൾ പോകണം. കാര്യം അല്പം ആശ്വാസം പോകണം. ബാക്കി എന്താണ്, കർത്താവ് നിങ്ങളെ സഹായിക്കും. എന്നിട്ട് നിങ്ങളുടെ കൂടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടെന്നുള്ള ഓർമ്മ നിങ്ങൾക്കുണ്ടാകണം. അതുപോലെ തന്നെ എൻ്റെ മക്കളുടെ വീട്ടിൽ പപ്പായും മമ്മിയും ഒക്കെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ, കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയിൽ പപ്പായും മമ്മിയും ആശ്രയിച്ച് പ്രാർത്ഥിക്കണം. ആർക്കാണ് ആ വീട്ടിൽ പ്രാർത്ഥന സഹായമുള്ളത്? കുഞ്ഞുങ്ങളെല്ലാം. കാര്യം കുഞ്ഞുങ്ങൾ അധികം തിന്മകളൊന്നും ഇല്ലാത്ത കുഞ്ഞുങ്ങളായതുകൊണ്ട് ഒത്തിരി വിശ്വാസം ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ബലമാണ്. അതുകൊണ്ട് മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ കർത്താവ്, എൻ്റെ കുഞ്ഞുങ്ങളെ നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കർത്താവ് പൊറുതിമുട്ടിയിരിക്കുന്ന കുടുംബങ്ങൾ, പല പല വിഷയങ്ങൾ കൊണ്ട്, മനോരോഗികൾ, ഡിപ്രഷനുള്ള രോഗികൾ, വയലൻ്റായിട്ടുള്ള പേഷ്യൻസുകൾ, അവരെ കൊണ്ട് പൊറുതിമുട്ടിയ മാതാപിതാക്കന്മാരെ നീ ഈ നിമിഷം സ്പർശിക്കണം. ആ മക്കളെ സ്പർശിക്കണം. ഇപ്പോൾ എവിടെയെങ്കിലും പോയി ഒളിച്ചാൽ മതി എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വീട് തന്നെ സങ്കടപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. ഒരു പ്രാർത്ഥനയും ഏക്കാത്ത അത്രയും മുൾച്ചെടികളിൽ വീണ വിത്ത് പോലെ അനുഗ്രഹം കുടുങ്ങിക്കിടക്കുന്ന വീടുകളുണ്ട്. അവരെല്ലാം മാതാപിതാക്കന്മാരെ നീ ശക്തിപ്പെടുത്തണം കർത്താവേ. അവരെ നീ സാന്ത്വനപ്പെടുത്തണം കർത്താവേ. ഈശോ, അവരെ നീ ശക്തിപ്പെടുത്തണം കർത്താവേ. അവർക്ക് നീ ഒരു തുണ കൊടുക്കണം കർത്താവേ. അവർക്ക് വേറെ ആരും ഇല്ല, ആരും ആശ്വസിപ്പിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് മാത്രമേ ആശ്വസിപ്പിക്കാൻ പറ്റത്തുള്ളൂ. മനുഷ്യന് എല്ലാം പരിധികളുണ്ട്. അത് നമ്മുടെ കൂടെയായിരിക്കും, എത്ര കൂടെയായിരുന്നാലും അതൊക്കെ ഒരു കൊട്ടായം കഴിയുമ്പോൾ നമുക്ക് എഴുന്നേറ്റ് പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കർത്താവെ, നീ മാത്രമേ ഉള്ളൂ. സങ്കടക്കാർക്ക് നീ മാത്രമേ ഉള്ളൂ. നീ പ്രത്യേകം ഓർത്ത് ഈ പ്രാർത്ഥന കൊണ്ട് അവരെ അനുഗ്രഹിക്കണം. അവർ പോകുന്ന ഇടങ്ങളെ അനുഗ്രഹിക്കണം, അവരുടെ ആശയങ്ങളെ അനുഗ്രഹിക്കണം, അവരുടെ ചിന്തകളെ അനുഗ്രഹിക്കണം, അത് നടപ്പിൽ വരുത്തുന്ന രീതി അനുഗ്രഹിക്കണം. അവരുടെ അത് അന്ത്യനിമിഷം വരെ അവരറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അവരംഗീകരിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ പ്രാർത്ഥന, ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയും ഇപ്പോഴുണ്ടാകുന്ന കടങ്ങൾ, ലക്ഷക്കണക്കിന് രൂപ ആവശ്യമുള്ളൊരു വ്യക്തിയാകാൻ നീ കർത്താവ്, നീ പലരോട് ചോദിച്ചിട്ടും പല കാര്യങ്ങൾ പറഞ്ഞ് നീ അവരെ നിനക്ക് കിട്ടാത്തൊരവസ്ഥയാണെങ്കിലും ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് കർത്താവ് നിന്നെ സന്ധിക്കും. ഇന്ന് ഇത്ര 19 മണിക്കൂർ നീ കുറിച്ച് വെക്കുക. അതിനുശേഷം നീ ആ 19 മണിക്കൂറാകാൻ വേണ്ടി പ്രാർത്ഥിച്ച് വിശുദ്ധരെ കാത്തിരിക്കുക. കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ 19 മണിക്കൂർ ഞാൻ ഓർക്കുമ്പോൾ നിങ്ങളിങ്ങനെ ടൈം എടുത്തിട്ട് വിടുതലിന് വേണ്ടി ടൈം എടുത്തവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളം
കാലത്തിൽ ഓരോ ദൗത്യങ്ങൾക്കും യാത്രയ്ക്കും പോകുന്നവർ എൻ്റെ സബലീകരണത്തിന് ഈശോനാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് സന്ദേശം പറയുമ്പോഴേ ഞാൻ പണ്ടേ എത്ര ക്ലാസ്സിലാണെന്നൊന്നും ഓർക്കുന്നില്ല, ഈ ആദേശ സിദ്ധാന്തം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അല്ല 3ാം ക്ലാസ്സിലൊക്കെ ആയിരിക്കും, സയൻസിൽ ആർക്കിമിഡീസാണ് അത് ചെയ്തത്. അയാളുടെ ചെമ്പിൽ കയറി വെള്ളം നിറച്ചിട്ട് ചെമ്പിൽ കയറി ഇരുന്നപ്പോൾ അങ്ങേരുടെ ബോഡിയുടെ അത്രയും വെള്ളം പുറത്തേക്ക് പോയി. അപ്പോൾ അങ്ങ് യുറേക്ക ഇതൊക്കെ പറഞ്ഞ പുള്ളി ഓടിയെ കണ്ടുപിടിച്ചത്. എന്താ പുള്ളി കണ്ടുപിടിച്ചതെന്ന് അറിയാമോ? പുള്ളി ആ പുറത്തേക്ക് പോയ വെള്ളത്തിന് വെയിറ്റിന് സമാനമാണ് പുള്ളിയുടെ ശരീരഭാരമെന്ന്. പക്ഷേ അതല്ല, അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ആർക്കിമിഡീസ് പറഞ്ഞതായിട്ട് ഉള്ള ഒരു കാര്യം സെമിനാരി പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും നിങ്ങൾ. ഇപ്പം എന്താ സംഭവം വെച്ചാൽ, ഇപ്പം അയാൾ പറഞ്ഞത് give me a firm spot to stand, I will move the earth. അതായത് നിങ്ങൾ എനിക്ക് ഭൂമിയിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു സ്ഥലം താ, ഞാൻ ഈ ലോകത്തെ ചേഞ്ച് ചെയ്യാവുന്നു. ഈ ദിവസങ്ങളിൽ എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്തയാണ്. കാര്യം ഉറച്ചു നിൽക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താ? വചനമാണിത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടില്ലേ, യോഹന്നാൻ 17:17 എന്താണ് സത്യമായിട്ടുള്ള, എന്താണ് അങ്ങയുടെ വചനമാണല്ലോ സത്യം. അപ്പം യോഹന്നാൻ 17:17 നമുക്ക് റിലേ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നത് എന്താണ്? ഉറച്ചു നിൽക്കാൻ പറ്റുന്നത് സത്യമാണ്. ഹെരാക്ലിറ്റസ് പറഞ്ഞായിരുന്നേ, ഹെരാക്ലിറ്റസും അയാൾ ഗ്രീക്ക്, കർത്താവിന് മുമ്പ് എനിക്ക് പോണത് ഒരു 500 കൊല്ലം പറ്റിയാണ് ജനിച്ച ആളാണ് ഹെരാക്ലിറ്റസ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, യു കാനോട്ട് സ്റ്റെപ്പ് ഇൻ ടു എ സെയിം റിവർ ട്വൈസ്. നിങ്ങൾക്ക് ഒരു പുഴയിൽ നിങ്ങൾക്ക് 2 പ്രാവശ്യം കാലെടുത്ത് വെക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? ഇറ്റ് വിൽ മൂവ്. ആദ്യം കാലെടുത്ത് വെച്ച പുഴ ഒഴുകിപ്പോയെന്ന്, പിന്നെ നീ കാലെടുത്ത് വെക്കുമ്പോൾ അത് പുതിയ പുഴയാണ്. അയാൾ പറഞ്ഞ എല്ലാം ഇളക്കമാണ്. ഇളക്കം എന്ന് പറഞ്ഞത് തിളക്കം, അങ്ങനെയൊക്കെയുള്ളൊരു പ്രത്യേക പൊസിഷനാണ്. എല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പം മാറ്റമില്ലാത്തത് എന്താണ്? ലുക്ക 21:33 ആകാശവും ഭൂമിയും കടന്നു പോകും. മാറ്റമുണ്ട് ഇതിനെല്ലാം. അത് തന്നെ ഹെറാക്ലിറ്റസ് പറഞ്ഞത് ശരിയാണ്. മാറ്റമുണ്ട്, ആകാശത്തിന് മാറ്റമുണ്ട്. ആകാശം എന്ന് പറയുന്നത് എന്താണ്? ടൈം അല്ലേ? ആകാശത്തു നിന്നല്ലേ ടൈം എന്ന് പറയുന്നത്? ടൈം ഈസ് ദ മെഷർമെൻറ്റ് ഓഫ് മൂമെൻറ്റ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലെ ചലനങ്ങളുടെ ഒരു ഏകകമാണ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ്? ആ ടൈം, ആകാശം എന്ന് വെച്ചാൽ ആകാശം മാറും എന്ന് വെച്ചാൽ ടൈം മാറും. പിന്നെന്താ? സ്പേസ്, ഭൂമി, എർത്ത്, അതും മാറും. എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല, എൻ്റെ വാക്കുകൾക്ക് മാറ്റമില്ല എന്നതാണ്. അതായത് അത് തന്നെയാണ് എല്ലാവരും റിപ്പീറ്റ് ചെയ്യണം. ഈശോ 17:17 ഈ ലുക്ക 21:33 എൻ്റെ വാക്കുകൾക്ക് മാറ്റമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ 17:17 ഈശോ പറഞ്ഞത്. എന്താണ്? അങ്ങനെ വചനമാണല്ലോ സത്യം, ബാക്കിയെല്ലാം ചലനമാണ്. അയാൾ പറഞ്ഞത് ശരിയാണ്. വി കനോട്ട് സ്റ്റെപ്പ് ഇൻ ടു സെയിം റിവർ ട്വൈസ്. ഒക്കെ എല്ലാം മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പർമെനൈഡസ് പറഞ്ഞത്, അതുകൊണ്ടാണ് ആർക്കിമിഡീസ് പറഞ്ഞത്, എനിക്കൊരു സ്ഥലം, മാറ്റമില്ലാത്തൊരു സ്ഥലം താ. അപ്പോൾ നമ്മൾ വിശ്വാസിയെ സംബന്ധിച്ച് മാറ്റമില്ലാത്ത സ്ഥലം എന്താണ്? കർത്താവ് പറഞ്ഞ വചനമാണ്. വചനം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എന്താണ്? നിങ്ങൾക്ക് വെള്ളപ്പൊക്കം ഉണ്ടാകാൻ ജീവിതത്തിൽ, മേ ബി ചിലപ്പോൾ കാറ്റടിക്കാം, മേ ബി കാറ്റടിച്ച് മഴ പെയ്യാം. അത് ആ വെള്ളം പാച്ചിൽ വാഹനത്ത് ഇങ്ങനെ ആഞ്ഞടിക്കാം. പക്ഷെ വീണ് പോകാതിരിക്കണേ, അതിന് എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം അനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ വീണു പോകത്തില്ലെന്ന്. അതാണ് പാറയെന്ന് പറയത്തില്ലേ? ദൈവത്തെ പാറയെന്ന് പറയുന്നത് ദൈവവചനവും പാറയണപ്പം. എന്താ കാര്യം? സങ്കീർത്തനം 18:2 അങ്ങാണ് എന്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും. രക്ഷാശിലയാണ്, എന്നെ രക്ഷിക്കുന്ന കല്ലാണ്, പാറയാണ്. കയറി നിൽക്കുമ്പോൾ, പ്രളയം ഉണ്ടാകുമ്പോഴും ശത്രുക്കൾ വരുമ്പോഴും എനിക്ക് കയറി നിൽക്കാനുള്ള പാറയാണ് അങ്ങ്, കുലുങ്ങാത്ത പാറ. ഈശോ പറഞ്ഞത് എന്താണ്? 7:24-25 മത്തായി സുവിശേഷം, എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും
അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ അവൻ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത അതാണ് പാറ. ആ പാറയാണ് പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. അപ്പൊ വചനം പാലിക്കുന്നത് ഒരു വിവേകപരമായ നടപടിക്രമമാണ്. വചനം പാലിക്കാത്ത ബുദ്ധിത്തരം എന്നാണ് പറയണത്. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ക്ലേശങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഒഴിവാക്കി, നിങ്ങൾ ആരെങ്കിലും അവഗണിച്ചു, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ തന്നെ കുഴപ്പം കൊണ്ട് നിങ്ങൾ തോറ്റു, അയ്യോ അതങ്ങനെ ചെയ്താൽ മതിയായിരുന്നല്ലോ, മണ്ടത്തരമാണ്, അയ്യോ മൈ പുവർ ഇൻ്റലക്ട്, മൈ പുവർ മെമ്മറി, ഇങ്ങനെയൊക്കെ എൻ്റെ പിഴ അടിക്കേണ്ട കാര്യമില്ല. നമ്മൾ മനുഷ്യരാകും, ചിലപ്പോൾ തെറ്റുപോകും, ചിലപ്പോൾ സാഹചര്യ സമ്മർദ്ദമാകും, ചിലപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ ഒരു നമ്മുടെ ഒരു രീതി ഉണ്ടല്ലോ, അതനുസരിച്ച് ചിലപ്പോൾ അത് ഒത്തുവന്ന് കാണുകയില്ല. അതുകൊണ്ട് നമുക്കൊരു ഇളിപ്യത തോന്നും. അതൊന്നും ഇങ്ങനെ ഇളിപ്പിരായിട്ട് എപ്പോഴും ഇളിപ്പിനാണ്, ഞാനങ്ങനെ ചെയ്തു പോയി, അത് അന്ന് ചെയ്താൽ മതിയായിരുന്നു, അന്ന് പഠിച്ചാൽ മതിയായിരുന്നല്ല, അന്ന് അപ്പം പറഞ്ഞാൽ കേട്ടാൽ മതിയായിരുന്നല്ല, അന്ന് ആ പാസ്പോർട്ട് എടുത്താൽ മതിയായിരുന്നല്ല, ഇങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ട് പരിദേവനം ചെയ്ത് പറയേണ്ട ഒരു കാര്യമില്ല. എന്ന് വെച്ചാൽ വൺസ് ഇറ്റ് ഈസ് ഹാപ്പൻ ഫോർ എവർ. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ ഉള്ളത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ശിഷ്ടകാലങ്ങൾ ഉറപ്പായിട്ട് കർത്താവിൻ്റെ വചനം ഉറച്ചു നിൽക്കാൻ പറ്റിയ പാറ, അതനുസരിച്ച് അങ്ങനെ ജീവിക്കാൻ നോക്കുക. ബാക്കി ദൈവം നോക്കട്ടെ. ദൈവം നോക്കുന്നുള്ള കാര്യം വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. കാണാൻ പോകുന്ന പൂരം പറഞ്ഞിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കൃപാസനത്തിൻ്റെ സാക്ഷികൾ കേട്ടാൽ മതി. ഓക്കെ, താങ്ക് യു.